വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് സ്കെഡ്യൂളിംഗ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മൾട്ടി ലെവൽ സ്കെഡ്യൂളിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ സ്കെഡ്യൂളിംഗ് ആണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. When the multi-level queue scheduling algorithm is used, processes are permanently assigned to a queue when they enter the system. If there are separate queues for foreground and background processes, for example, processes do not move from one queue to the another since processes do not change the foreground or background nature. This setup has the advantage of low scheduling overhead, but it is inflexible. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞു? മൾട്ടി ലെവൽ ക്യൂ സ്കെഡ്യൂളിംഗ് അൽഗോരിതം പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അതിലെന്താ, ഇപ്പോൾ ഒരു പ്രോസസ്സ് അത് റെഡി ക്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ അത് പെർമനൻ്റ്ലി ഏതെങ്കിലും പെർട്ടിക്കുലർ ക്യൂവിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. അതായത് ഒരു റെഡി ക്യൂവിനെ നമ്മൾ ഡിഫറെൻറ്റ് ക്യൂസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ക്യൂവിലേക്കാണോ ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് എത്തിയിട്ടുള്ളത് അത് പെർമനൻ്റ്ലി ആ ഒരു പെർട്ടിക്കുലർ ക്യൂവിലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഏതായിരുന്നു? ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സായിരുന്നു. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഏത് പ്രോസസ്സ് ആ ഒരു സൈസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഏത് സ്കെഡ്യൂളിംഗ് ആണ് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഏത് ടൈപ്പാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ക്യൂസിലായിരിക്കും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ക്യൂ ഫോളോ ചെയ്ത് ഒരു പെർട്ടിക്കുലർ സ്കെഡ്യൂളിംഗ് അൽഗോരിതം ആയിരിക്കും. അങ്ങനെ ആ മൊത്തത്തിൽ ക്യൂവും എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? ഒരു സ്കെഡ്യൂളിംഗ് അൽഗോരിതം ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരു ക്യൂവിൽ നിന്ന് വേറൊരു ക്യൂവിലേക്ക് എന്താ മാറുന്നില്ല? പ്രോസസ്സ് മാറുന്നില്ല, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നില്ല. ഏത് ക്യൂവിലാണോ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെയായിരിക്കും പെർമനൻ്റായിട്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഒരു സ്കെഡ്യൂളിംഗ് ഈ ഒരു നേച്ചറിലാവുമ്പോൾ നമുക്ക് ഒരു ഓവർ ഹെഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഇത് വളരെ ഇൻഫ്ലെക്സിബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. The multi-level feedback queue scheduling algorithm, in contrast, allows a process to move between queues. The idea is to separate processes according to the characteristics of the CPU burst. If a process uses too much CPU time, it will be moved to a lower priority queue, and this scheme leaves IO bound and interact processes in the higher priority queues. In addition, a process that waits too long in a low priority queue may be moved to a higher priority queue, and this form of aging prevents starvation. ഓക്കെ, അപ്പോൾ ക്യൂ ലെവലിൽ വന്നിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു എന്ത്? സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തെന്താ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലെവലിലാണ്, അപ്പോൾ ആ ഒരു ഡിഫറെൻറ്റ് ക്യൂസിൽ വരുന്ന സമയത്ത് ഏറ്റവും ലോ പ്രയോറിറ്റി ഉള്ളത് എപ്പോഴും ലോ പ്രയോറിറ്റി തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് ഹയർ ലെവലിലുള്ള ക്യൂസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ? ഏറ്റവും ബോട്ടം ലെവലിലുള്ള പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് ലോങ് പ്രോസസ്സസ്, ഇപ്പം CPU ബൗണ്ടൊക്കെ വരുന്ന സമയത്ത് അത് ഒരുപാട് ടൈമിൽ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ലോ പ്രയോറിറ്റിയുള്ള പ്രോസസ്സൊക്കെ ഇൻഫിനിറ്റ് ടൈം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? ക്യൂസിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് IO ബോണ്ടൊക്കെ ആകുന്ന സമയത്ത് അതിന് CPU യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിന് ഒരുപാട് സമയം എന്ത് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല? CPU യൂസ് ചെയ്യേണ്ടി വരുന്നില്ല, കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള പ്രോസസ്സിന് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? കാരണം അത് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ CPU ഫ്രീ ആക്കി തരുന്നുള്ളതുകൊണ്ട്. അപ്പോൾ അത്തരം കേസസിൽ നമുക്ക് ലോ പ്രയോറിറ്റി ഉള്ളത് താഴെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഓരോ പെർട്ടിക്കുലർ ടൈം എത്തുന്ന സമയത്ത് അതിന് ഹയർ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ഹൈ പ്രയോറിറ്റി ഉള്ളത് അതേ സമയത്ത് ഒരുപാട് ടൈം യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു CPU ബൗണ്ട് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് എങ്കിൽ അത്തരം പ്രോസസ്സിന് ഒരു പെർട്ടിക്കുലർ ടൈം എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോറിറ്റി നമുക്ക് കുറച്ച് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ അതിനൊരു ക്യൂവിൽ നിന്ന് നമുക്ക് വേറൊരു ക്യൂവിലേക്ക് അതിനെ മൂവ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഏതിലുണ്ട്? നമ്മുടെ മൾട്ടി ലെവൽ ക്യൂ സ്കെഡ്യൂളിങ്ങിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ
ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ കൺസിഡർ എ മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ സ്കെഡ്യൂളർ വിത്ത് 3 ക്യൂസ് നമ്പേർഡ് ഫ്രം 0 to 2, that is 0, 1, 2. 3 ക്യൂസ് ആണുള്ളത്. ആൻഡ് ദ സ്കെഡ്യൂളർ ഫസ്റ്റ് എക്സിക്യൂട്ട്സ് all processes in Q0. Only when Q0 is empty will it execute processes in Q1. Similarly, processes in Q2 will only be executed if Q0 and 1 are empty. A process that arrives for Q1 will preempt a process in Q2. A process in Q1 will in turn be preempted by a process arriving for Q0. A process entering the ready queue is put in Q0. A process in Q0 is given a time quantum of 8 milliseconds. And if it does not finish within this time, it is moved to the tail of Q1. And if Q0 is empty, the process at the head of Q1 is given a quantum of 16 milliseconds. If it does not complete, it is preempted and is put into Q2. The processes in Q2 are run on an FCFS basis but are run only when Q0 and 1 are empty. This scheduling algorithm gives highest priority to any process with a CPU burst of 8 milliseconds or less. Such a process will quickly get the CPU, finish its CPU burst and go off to its next IO burst. The processes that need more than 8 but less than 24 milliseconds are also served quickly, although with lower priority than shorter processes, and the longer processes automatically sync to Q2 and are served in FCFS order with any CPU cycles left over from Q0 and 1. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ സ്കെഡ്യൂളറിൻ്റെ കേസിൽ 3 ക്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. 0, 1, 2. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ളത് ഏതാണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് പ്രോസസ്സ് ഉണ്ടായിരിക്കും. ആ ഒരു സെറ്റ് ഓഫ് ആ ക്യൂവിലുള്ള പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഏത് എക്സിക്യൂട്ട് ആവുള്ളൂ? 1 എക്സിക്യൂട്ട് ആവുള്ളൂ. അത് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഏത് എക്സിക്യൂട്ട് ആവുള്ളൂ? 2 എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ സപ്പോസ് ഇപ്പോൾ Q1 ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ Q0 പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എന്താ, Q1 എക്സിക്യൂട്ട് ചെയ്യാണ്, അതിനേക്കാളും ഹയർ പ്രയോറിറ്റിയാണ് ഇതിലുള്ളത്, Q0 അപ്പോൾ Q0 ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ കറൻ്റ്ലി റൺ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന Q1 പ്രോസസ്സിനെ പ്രിയംപ്റ്റ് ചെയ്യും. അതിനുശേഷം പ്രോസസ്സ് ഇവിടെ കിടക്കുന്ന നമ്മുടെ Q0 പ്രോസസ്സ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇനി ഈ രീതിയിൽ വരുന്ന സമയത്ത് തന്നെ ഇതിൽ വരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ക്യൂവിനും നമുക്കൊരു ടൈം ക്വാണ്ടം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ടൈം ക്വാണ്ടം നമ്മൾ റൗണ്ട് റോബിനൊക്കെ പറയുന്ന സമയത്ത് ഒരു ടൈം ക്വാണ്ടം ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൈം ക്വാണ്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രിയംപ്റ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു പ്രോസസ്സിൻ്റെ കേസിലും ഫസ്റ്റ് ക്യൂ എന്ന് പറയുന്നത് 8 milliseconds ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ 8 milliseconds കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യും. ഇനി ആ 8 milliseconds പോരാ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എന്നെങ്കിൽ എന്ത് സംഭവിക്കും? ആ പ്രോസസ്സിനെ പ്രിയംപ്റ്റ് ചെയ്യും. അതിനെ നെക്സ്റ്റ് ക്യൂവിലുള്ള ടെയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ക്യൂവിലുള്ള, അതായത് Q0 ഒരു പ്രോസസ്സാണ്, അതിന് 8 millisecondsനേക്കാളും കൂടുതൽ ടൈം ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? 8 milliseconds വരെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ലെവലുള്ള Q1 ടെയിലിൽ ആഡ് ആവും. ഓക്കെ, ഇനി സെക്കൻഡ് ലെവൽ എന്ന് പറയുമ്പോൾ അതിനേക്കാളും ടൈം ക്വാണ്ടം കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ 16 milliseconds ആണ് ആ ഒരു പ്രോസസ്സിനൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമെങ്കിൽ ആ ഒരു 16 millisecondsനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളതൊക്കെ അവിടെ കംപ്ലീറ്റ് ആവും. ഓക്കെ, ആ ഒരു ക്യൂവിലുള്ള പ്രോസസ്സിനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിനേക്കാളും കൂടുതൽ ടൈം വേണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടുന്ന് പ്രിയംപ്റ്റ് ചെയ്യും,
നെക്സ്റ്റ് ക്യൂവിലേക്ക് പോകും. നെക്സ്റ്റ് ക്യൂ എന്ന് പറയുന്നത് Q2. അപ്പോൾ ഈ Q2 എന്ന് പറയുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആണ്. അപ്പോൾ ഏത് പ്രോസസ്സാണോ ഫസ്റ്റ് വരുന്നത് ആ ഒരു ഓർഡറിൽ തന്നെയാണ് ഇവിടെ എക്സിക്യൂട്ട് ആവുന്നത്. നമുക്കറിയാം ഓരോ ക്യൂവും ഓരോ ഡിഫറെൻറ്റ് സ്കെഡ്യൂളിംഗ് അൽഗോരിതം ഫോളോ ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ രണ്ടും നമ്മൾ ഇപ്പോൾ റൗണ്ട് റോബിൻ പോലെ ടൈം ക്വാണ്ടം വെച്ചാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ മൂന്നാമത്തെ ഏത് സ്കെഡ്യൂളിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ Q0ഉം Q1ഉം എം ടി ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ Q2ലുള്ള പ്രോസസ്സ് അവിടെ ഹെഡിൽ എന്താണോ ഉള്ളത് ആ പ്രോസസ്സായിരിക്കും അവിടെ എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ ഏറ്റവും ഹയർ പ്രയോറിറ്റിയുള്ള പ്രോസസ്സ് എല്ലാം CPU അലോക്കേറ്റ് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, 8 millisecondsലുള്ളതൊക്കെ ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആവും. അതിനേക്കാളും കൂടുതലുള്ളതൊക്കെ എന്ത് സംഭവിക്കും? അത് വീണ്ടും താഴോട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റും. ആൻഡ് ദ പ്രോസസ് ദാറ്റ് നീഡ് മോർ ദാൻ 8 but less than 24 milliseconds are also served quickly, although with lower priority than shorter processes. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എവിടെ വരുന്നത്? മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ സ്കെഡ്യൂളറിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് എക്സാമ്പിൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഫിഗറിൽ ഇവിടെ ഹയർ പ്രയോറിറ്റി ഫസ്റ്റ് ക്യൂവിൽ അതാണ് Q0 എന്ന് പറയുന്നത് അല്ലേ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊരു ഫീഡ്ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് നമുക്ക് എന്ത് പറയുന്നത്? ഫീഡ്ബാക്ക് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ ക്വാണ്ടം 8 ആണ്. അപ്പോൾ ആ 8 ക്വാണ്ടത്തിൽ 8 millisecondsൽ കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ്സൊക്കെ അവിടെ കംപ്ലീറ്റ് ആവും. അതല്ലാത്തത് എന്തിലേക്ക് വരും? നെക്സ്റ്റ് ക്യൂവിലേക്ക് വരും. അതാണ് Q1 എന്ന് പറയുന്നത്. Q1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈം ക്വാണ്ടം 16 milliseconds ആണ്. അപ്പോൾ 16 millisecondsൽ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന പ്രോസസ്സ് എല്ലാം അവിടെ കംപ്ലീറ്റ് ആവും. ഈ സെക്കൻഡ് ക്യൂവിൽ എക്സിക്യൂട്ട് ആവും. ഓക്കെ, കാരണം ഫസ്റ്റ് ഏതിനാണുള്ളത്? ഹയർ പ്രയോറിറ്റി ചെയ്താൽ Q0 ആണ്. അപ്പോൾ Q0യിലെ പ്രോസസ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പോകുന്നുള്ളൂ? Q1ലേക്ക് പോകുന്നുള്ളൂ. ഇനി Q0ഉം Q1ഉം എം ടി ആയി കഴിഞ്ഞാൽ മാത്രമേ ഏതിലേക്ക് പോകുള്ളൂ? Q2ലേക്ക് പോകുള്ളൂ. ഇനി Q2ൽ ഏതാണോ ഫോളോ ചെയ്യുന്നത്? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഏതാണോ ഫസ്റ്റ് വന്നത് അതായിരിക്കും ഫസ്റ്റ് എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വരും. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുന്നൊരു ഫീഡ്ബാക്ക് പോകുന്ന ആ ഒരു രീതിയിൽ ചിന്തിക്കാം. അതുകൊണ്ട് നമുക്കിതിന് എന്ത് പറയാം? ഒരു ഫീഡ്ബാക്ക് മൾട്ടി ലെവലാണ് അല്ലേ. ഡിഫറെൻറ്റ് ലെവൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൾട്ടി ലെവലാണ്, ഫീഡ്ബാക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ഓരോന്നും ഓരോ ഡിഫറെൻറ്റ് ക്യൂ ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ആലോചിക്കുക. മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ സ്കെഡ്യൂളിംഗ്. അപ്പോൾ ഓരോന്നും ഒരു ഹയർ പ്രയോറിറ്റി അവിടെ നിന്ന് താഴോട്ട് വരുന്തോറും എന്ത് സംഭവിക്കുന്നു? അത് പ്രയോറിറ്റി കുറഞ്ഞു വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് മൾട്ടി ലെവൽ feedback queue. In general, a multi-level feedback queue scheduler is defined by the following parameters: the number of queues, the scheduling algorithm for each queue, the method used to determine when to upgrade a process to a higher priority queue, the method used to determine when to demode a process to a lower priority queue, and the method used to determine which queue a process will enter and when that process needs service. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരം പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി പറ്റും? മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും അല്ലേ. കാരണം എത്ര ക്യൂസ് ഉണ്ട്, ആ ക്യൂസിലെല്ലാം എന്ത് ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്, ഓരോന്ന് ഏത് രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്കതിനെ ഹയർ പ്രയോറിറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്കതിനെ ലോവർ പ്രയോറിറ്റി ഡിറ്റർമൈൻ ചെയ്യാം എന്നുള്ളതൊക്കെ. Then the definition of a multi-level feedback queue scheduler makes it the most general CPU scheduling algorithm. It can be configured to match a specific system under design. Unfortunately, it is also the most complex algorithm, since defining the best scheduler requires some means by which to select values for all the പാരാമീറ്റേഴ്സ്. നമുക്ക് ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് വളരെ ജനറൽ ആയിട്ടുള്ളൊരു CPU സ്കെഡ്യൂളിംഗ് അൽഗോരിതമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന നമ്മുടേതായിട്ടുള്ള ഡിസൈനിലൊരു സ്പെസിഫിക് സിസ്റ്റത്തിലേക്ക് നമുക്കിതിനെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതേ സമയത്ത് തന്നെ ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു അൽഗോരിതം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, അതായത് നമുക്ക് ബെസ്റ്റായിട്ടുള്ള ഏത് സ്കെഡ്യൂളിംഗ് അൽഗോരിതം നമ്മളിവിടെ ഡിഫൈൻ ചെയ്യണം, അപ്പോൾ അത്തരം കാര്യങ്ങൾ ഏതൊക്കെ പാരാമീറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യണം എന്നൊക്കെ നമുക്കിവിടെ ഓൾറെഡി ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആ പാരാമീറ്റേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്കത് വളരെ കോംപ്ലക്സ് ആയിട്ട് എടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഒരു മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ സ്കെഡ്യൂളിങ്ങിൽ പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഡിഫറെൻറ്റ് ക്യൂസ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് ക്യൂസിൽ നിന്നും ഒരു ക്യൂവിൽ നിന്നും മറ്റൊരു ക്യൂവിലേക്ക് നമുക്കൊരു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി പറ്റും. ഓരോ ക്യൂവിലും നമ്മൾ ഡിഫറെൻറ്റ് സ്കെഡ്യൂളിംഗ് അൽഗോരിതമാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നതിൽ ഈ ഒരു എക്സാമ്പിളിൽ 3 ക്യൂസ് ഉള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് 2 ക്യൂ എന്ന് പറയുന്നത് ഒരു ടൈം ക്വാണ്ടം വെച്ചിട്ടുള്ളതാണെങ്കിൽ മൂന്നാമത്തെ ക്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് സ്കെഡ്യൂളിംഗ് അൽഗോരിതം വെച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരം കേസസിൽ ഫസ്റ്റ് 2ലും ഡിഫറെൻറ്റ് ടൈം ക്വാണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് അതിനാണ് നമ്മൾ ഹയർ പ്രയോറിറ്റി കൊടുത്ത് നമുക്കവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനേക്കാളും ഹയർ ടൈം ആവശ്യമുള്ള ഏതൊരു പ്രോസസ്സും സെക്കൻഡ് ലെവലിലേക്കും അല്ലെങ്കിൽ അവിടുന്ന് താഴെ തേർഡ് ലെവലിലേക്കും നമുക്ക് മൂവ് ചെയ്യുന്നത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ സ്കെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.